നാഗമ്പടത്ത് തറവാട്ടിലെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണം താനാണെന്നും അതുകൊണ്ട് താൻ സ്വപ്നദർശനം അനുഭവിച്ച കാര്യം എല്ലാവരോടും പറയാൻ പോവുകയാണെന്ന് ഉണ്ണിയോട് പറയുന്ന വൈഷ്ണവി. ഇതിനെ നിഷേധിക്കുന്ന ഉണ്ണി അത് കേട്ടുവരുന്ന ദക്ഷിണ താൻ ഈ കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട മാത്രയിൽ അവളുടെ മുഖത്തടിക്കുന്ന ഉണ്ണി കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശക്തമായ പാമ്പിൻ വിഷം ഏറ്റാണ് അവൾ മരിച്ചതെന്ന് SI മുത്തശ്ശിയോട് പറയുന്നു. രാഹുലും വൈഷ്ണവിയും തമ്മിലുള്ള ബന്ധത്തിന് തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഉണ്ണിയോട് പറയുന്ന രാഹുലിന്റെ അച്ഛൻ. ഇത് വൈഷ്ണവിയോട് പറയുന്ന ഉണ്ണി. നാട്ടിൽ പല അനർത്ഥങ്ങളും നടക്കുന്നുണ്ടെന്ന് മുത്തശ്ശിയോട് പറയുന്ന നാട്ടുപ്രമാണിമാർ. ഇനി തുടർന്ന് കാണുക. കല്യാണിയുടെ മരണത്തോടെ നാട്ടുകാരാകെ പേടിച്ചിരിക്കുക. രാത്രി വഴി നടക്കാൻ പോലും പേടിയാ. കല്യാണിയുടെ പ്രേതത്തെ പലരും കണ്ടു എന്ന് പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കണോ? ഒരു പ്രേതം. ഇനിയിപ്പോ അങ്ങനെയും കഥ പറഞ്ഞ് പെരുപ്പിക്കാലോ. മരിച്ച കല്യാണി മരിച്ചു. പ്രേതവുമില്ല, ഒരു കുന്തവുമില്ല. അടങ്ങിയിരിക്കുണ്ണിയേ. ഇവര് വന്നതേ ഈ ഇല്ലത്തോടും ഇവിടുത്തെ ഉപാസനാമൂർത്തികളോടുള്ള ആരാധനയും ബഹുമാനവും കൊണ്ടാ. പടിയേറ്റ് നീണ്ടു പോകുമ്പോ ഇത്തരം നിമിത്തങ്ങള് നാട്ടിലും ഇല്ലത്തും സംഭവിക്കുക സാധാരണയാ. നിനക്കതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. ഈ ദേശക്കാർക്ക് നല്ല വിശ്വാസമുണ്ട്. അതെ, ഈ ദേശത്തിന്റെ വിളക്കാണ് ഈ നാഗമഠവും മുത്തശ്ശങ്കാവും എല്ലാം. ഇന്നലെ ദേശകമ്മിറ്റി കൂടി. അവിടെ പൊതുവെ ഉണ്ടായ ആശങ്ക നാഗമ്പടത്തമ്മയെ അറിയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി വിട്ടതാ ഞങ്ങളെ. നിക്ക് മനസ്സിലായി ദേശക്കാരുടെ ആശങ്ക. രാമകൃഷ്ണ, ഞാനിപ്പോ ഉപാസനാമൂർത്തികളുടെ മുന്നിൽ ഈ വക സങ്കടങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങിയതേ ഉള്ളൂ. ദേശക്കാരോട് സമാധാനായിട്ടിരിക്കാൻ പറയാ. ഇനി ആരും നാഗങ്ങളെ സ്വപ്നം കാണില്ല. ദുഷ്ടനാഗങ്ങളുടെ ഉപദ്രവം ഉണ്ടാവില്ല. പടിയേറ്റ് വിധിപ്രകാരം ഉടൻ നടക്കും. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ നിങ്ങള്. ശരി. ഉണ്ണി, കൺമുന്നിൽ പലതും നടക്കണത് കണ്ടിട്ടും നിനക്ക് ഇപ്പോഴും വിശ്വാസം വരണില്ല അല്ലേ? കല്യാണി മരിച്ചതു മുതൽ ഇപ്പൊ വൈഷ്ണവിയുടെ കാര്യത്തിൽ സംഭവിച്ചതുവരെ നീ കണ്ടതല്ലേ? ഇതൊക്കെ കണ്ടിട്ടും എല്ലാം അന്ധവിശ്വാസമാണെന്ന് ധരിക്കണത് മൂഢത്വമാണ്. എന്താ ദൈവങ്ങളെ ഞാൻ ഈ കേൾക്കണതും അനുഭവിക്കണതും. ഓരോ ദിവസവും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണല്ലോ കേൾക്കണതും സംഭവിക്കണതും. കല്യാണിയുടെ മരണത്തിന് പിന്നാലെ നാഗമഠത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പേടിയാണെന്നുള്ള വർത്തമാനവും. എന്താ ഇതൊക്കെ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഐശ്വര്യവും സമാധാനവും സന്തോഷവും പെരുമയും എല്ലാം നാഗമഠത്തിന് തന്ന നിങ്ങൾ തന്നെ അതൊക്കെ തിരിച്ചെടുക്കുകയാണോ? മുത്തശ്ശി, ദൈവങ്ങളെ പഴി പറയണ്ട. ഒരുപാട് തന്നപ്പോ കുറച്ച് തിരിച്ചെടുക്കണമെന്ന് തോന്നിക്കാണും. അങ്ങനെ തന്നെ നടക്കട്ടെ. തന്നതൊക്കെ തിരിച്ചെടുത്താലും നാഗമഠത്ത് ഒരു പെൺതരി ജീവിച്ചു കാണും, എന്നത്തെയും പോലെ സേവ ചെയ്യാൻ. എന്റെ നാഗദൈവങ്ങളെ, എന്റെ ദൈവങ്ങളെ, ഞങ്ങളോട് കരുണ കാട്ടണേ. ഇദ്ദേഹത്തിന് എന്താന്ന് വെച്ചാ കുടിക്കാൻ കൊടുക്കുക. ചായയോ അതല്ലെങ്കിൽ സംഭാരോ എന്താന്ന് വെച്ചാ. സംഭാരം തന്നെ ആയിക്കോട്ടെ. നല്ലത്. നല്ല നാരകത്തലിയും ഇഞ്ചിയും കാന്താരിയും ഒക്കെ ചേർത്ത നാഗമഠത്തെ സംഭാരവാ. സന്തോഷം. കല്യാണി ഉണ്ടായിരുന്നപ്പോ ആ കുട്ടിയാ ഇതൊക്കെ ചെയ്തിരുന്നത്. ശങ്കുണ്ണി നായർ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? 19 വർഷമായി.
അച്ഛനപ്പന്മാരുടെ കാലം തൊട്ട് നാഗമടത്തെ സേവിച്ചുകൊണ്ടിരിക്കുക. വീട് ഇവിടെ അടുത്താ, പോയി വരാനുള്ള ദൂരേ ഉള്ളൂ. ഇവിടെ അടുത്താണെങ്കിലും ശങ്കുണ്ണിയാർ ഇവിടെ തന്നെയാ, ഊണും ജപവും ഒക്കെ. കല്യാണിയെ കാണാതാവുന്ന ആ ദിവസങ്ങളിൽ വല്ല പ്രശ്നങ്ങളും ഉള്ളതായി ശങ്കുണ്ണി നായർക്ക് തോന്നിയിട്ടുണ്ടോ? ഐ മീൻ പേഴ്സണലായിട്ട് എന്തെങ്കിലും? നാഗമഠം പുണ്യഭൂമിയല്ലേ, ഇവിടെ സന്തോഷേ ഉണ്ടാവൂ സദാസമയവും. ശരി. അന്ന് വന്നപ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, ഇവിടത്തെ പടിപൂജ കാണാൻ വന്ന, സോറി, പടിയേറ്റ് കാണാൻ വന്ന കുട്ടി? ദക്ഷിണയാണോ? ആ കുട്ടി തായ്വഴിയിലെ കുട്ടിയാ. ആ കുട്ടി ഇപ്പോ ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ടല്ലോ. താങ്ക്സ്. കൊള്ളാം. ഇതുപോലൊരു സംഭാരം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇനിയും വേണോ? വേണ്ട. ആ കുട്ടിയെ ഒന്ന് വിളിക്കൂ. ദക്ഷിണേ, ഒന്നിങ്ങ് വരുവോ? കുട്ടി എന്തിനാ നുണ പറഞ്ഞത്? കുട്ടി തന്ന അഡ്രസ്സിൽ ഞങ്ങൾ വെരിഫിക്കേഷൻ നടത്തി. ആ ഇല്ലത്തോ ആ നാട്ടിലോ ആർക്കും ദക്ഷിണ എന്ന കുട്ടിയെ അറിയില്ല. കളവ് പറഞ്ഞ് പേര് കേട്ട ഈ ഇല്ലത്ത് വന്ന് താമസിക്കുന്നതിന് വ്യക്തമായ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുമല്ലോ. അത് പക്ഷേ കല്യാണിയുടെ മരണവുമായി ബന്ധപ്പെട്ടാകണമെന്നില്ല. മറ്റെന്തെങ്കിലും ഉദ്ദേശം? പറ കുട്ടി, പറ. ഞാൻ വന്നത് എന്റേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാ. കല്യാണിയുടെ മരണവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല അത്. കൂടുതലൊന്നും എന്നോടിപ്പോ ചോദിക്കരുത്. എന്റെ കള്ളങ്ങൾ പിടിക്കപ്പെടാൻ പോകുമെന്നാണ് ശിവനാഗങ്ങൾ കരുതുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞ മേലത്തൂർ ഇല്ലത്ത് ഇങ്ങനെ ഒരു പേരിൽ ഒരാളുമില്ലെന്ന് പോലീസ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് പുതിയ അടവ് പ്രയോഗിക്കും ഞാൻ. സത്യം പറയൂ, ആരാ നീ? എന്തിനാ ആൾമാറാട്ടം നടത്തി ഇല്ലത്തൊന്ന് താമസിക്കുന്നേ? അറിയണം ഞങ്ങൾക്ക്. പടിയേറ്റ് കാണണമെന്ന് പറഞ്ഞ് നാഗമഠത്തെ തായ്വഴിയിലെ കുട്ടിയാണെന്ന് കളവും പറഞ്ഞ് എന്തിനിവിടെ വന്നു എന്ന് ഇപ്പൊ അറിയണം. എന്താ നീ മിണ്ടാത്തെ? മിണ്ടിയില്ലെങ്കിൽ മിണ്ടിക്കാൻ അറിയാം. മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാ ഞാൻ. ആൾമാറാട്ടം നടത്തിയതിനൊരു കാരണം ഉണ്ടാകും. നാഗമഠത്ത് വന്ന് താമസിക്കുന്നതിനും ഒരു ലക്ഷ്യമുണ്ടാകും. എന്ത് ലക്ഷ്യം? അതറിയണം ഈ നിമിഷം. അത് പറയാതെ നീ ഇല്ലത്തുനിന്ന് പുറത്തു പോവില്ല. അതൊക്കെ ഉണ്ണിയേട്ടന്റെ വെറും തോന്നല. ദക്ഷിണ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞാൽ ഉണ്ണിയേട്ടനും ഈ രേണുവെടുത്തിയും എന്തിന് ഈ നാഗമഠം തറവാടും ഈ നാടും വരെ ഞെട്ടും. തറവാടും നാടും ഞെട്ടുന്ന ആ സത്യം എന്താണെന്ന് പറയും. കേൾക്കണം ഞങ്ങൾക്ക്. പറയാൻ സമയമായിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. പോലീസ് ഞാൻ മേലത്തുറയിലത്തുള്ളതല്ല എന്ന് കണ്ടുപിടിച്ചെങ്കിലും
എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല. കല്യാണി മരിച്ച ദിവസം ഈ ഇല്ലത്തുണ്ടായിരുന്നെന്ന് തെറ്റു മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അല്ലാതെ കല്യാണിയെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. അത് തെളിയിക്കേണ്ടത് പോലീസാ. അത് തെളിയിക്കട്ടെ പോലീസ്. തെളിയിച്ച് കഴിഞ്ഞിട്ട് ദക്ഷിണയെ വിസ്തരിച്ചാ മതി. എന്താ നീ ഇങ്ങനെ ധിക്കാരം പറയണേ? നീ പറടി, ആരാ നീ? എന്തിനാ ഇല്ലത്ത് വന്നേ? പറയാൻ പറയാ. നാഗമടത്തിയ ആണുങ്ങളുടെ പരാക്രമം എന്റെ അടുത്ത് വേണ്ട. അറിഞ്ഞാ പോരെ നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന്, എന്തിനാ വന്നതെന്ന്? പറയാം, എല്ലാം പറയാം. പക്ഷേ അത് നിങ്ങളോടോ പോലീസിനോടല്ല, നാഗമടത്തിയ അമ്മയോട്, മുത്തശ്ശിയോട്. എന്താ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? ഇവൾ എന്തിനാ കളവ് പറഞ്ഞെന്നുള്ള കാരണം ഞങ്ങളോട് പറയണില്ല മുത്തശ്ശി. മുത്തശ്ശിയോട് മാത്രം പറയുന്നു. അതിനെന്താ, പറയാലോ. ഞാൻ പറയാം. നാഗമടത്തമ്മയോട് എല്ലാം ഞാൻ പറയാം. എന്റെ കൂടെ വരൂ. എന്താ കുട്ടിയെ, നീ എന്താന്ന് വെച്ചാ പറയേ. ഞാൻ ആരാണെന്ന് അവര് ചോദിച്ചു. ഞാൻ അവരോട് പറയായിരുന്നു. ഞാൻ ആരാണെന്ന് അറിഞ്ഞ അവരും ഈ നാഗമടത്തില്ലവും ഇല്ലമിരിക്കുന്ന നാടുമൊക്കെ ഞെട്ടുമെന്ന്. എന്തിനാ എല്ലാവരും ഞെട്ടണത്? മുത്തശ്ശിക്ക് പേടിയുണ്ടോ? എന്തിന്? ഞാനെന്തിനു പേടിക്കണം? എന്നാ പറയാം, മുത്തശ്ശിയോട് മാത്രം. പക്ഷേ മുത്തശ്ശി ഒരാളോടും പറയരുതെന്ന് മാത്രം. 10-22 വർഷം മുൻപ് പാഞ്ഞാളൂരില്ലത്ത് മുറജപത്തിന് വന്ന ഒരു പാവ സ്ത്രീ ഉണ്ടായിരുന്നു. പേര് സതീദേവി. മുറജപത്തിന് വന്നവർക്ക് സദ്യയൊരുക്കുന്ന നമ്പൂതിരിക്ക് സഹായിയായി വന്ന ഒരു ദരിദ്ര ജന്മം. ജനിച്ചപ്പോ തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയവൾ. നമ്പൂതിരി പെണ്ണായിരുന്നെങ്കിലും സദ്യവട്ടങ്ങൾക്ക് സഹായിയായി പോയി നിത്യവൃത്തി ചെയ്തിരുന്നവൾ. അന്ന് ആ മുറജപത്തിൽ പങ്കെടുക്കാൻ നാഗമടത്തില്ലത്ത് നിന്നും ഒരംഗം എത്തിയിരുന്നു. ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛൻ. അദ്ദേഹം ആരും അറിയാതെ എപ്പോഴും സർക്കിട്ട് പോവുക പതിവായിരുന്നല്ലോ. ഒരു തടിയും ഉത്സവ പറമ്പുകൾ നിരങ്ങി നടക്കുകയും ചെയ്തിരുന്ന നാഗമടത്തെ സന്തതി. എവിടെ മേളമുണ്ടെങ്കിലും താളം പിടിച്ച് രസിക്കാൻ നടക്കുന്ന കമ്പക്കാരൻ. നമ്പൂരി ഇല്ലങ്ങളിൽ സദ്യവട്ടങ്ങളുണ്ടെങ്കിൽ, ആഘോഷങ്ങളുണ്ടെങ്കിൽ പതിവ് തെറ്റാതെ പങ്കെടുക്കാറുള്ളൊരു മനുഷ്യൻ. എന്താ മുത്തശ്ശിക്ക് സംശയമുണ്ടോ? ശരിയായിരുന്നു. ഉണ്ണിയുടെ അച്ഛൻ കുറച്ചൊക്കെ കുട്ടി പറഞ്ഞ പോലെ തന്നെയായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയാൻ ഇപ്പൊ കാരണം? മുറജപത്തിന് വന്ന ആ മനുഷ്യൻ സദ്യവട്ടം കഴിഞ്ഞ് ഇല്ലത്തെ ഇരുളടഞ്ഞ മുറിയിൽ തളർന്നുറങ്ങിയ എന്റെ അമ്മയെ വശത്താക്കി. ഈശ്വരാ, അതിലുണ്ടായ ശാപസന്തതിയാണ് ഈ ഞാൻ. സത്യമാണോ കുട്ടിയെ? സത്യമാണോ ഞാനീ കേക്കണത്? കളവ് പറയേണ്ട കാര്യം എനിക്കില്ല. നാഗമടുത്ത രക്തമാണെങ്കിലും അവകാശം പറഞ്ഞു വാങ്ങാൻ വന്നതൊന്നുമല്ല ഞാൻ. 2 വർഷം മുൻപ് അമ്മ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അറിഞ്ഞ അറിവേ എനിക്കുള്ളൂ. നാഗമടുത്ത പടിയേറ്റത്തെക്കുറിച്ചും നാഗമടുത്ത അമ്മയെക്കുറിച്ചും ഒക്കെ. എന്റെ അച്ഛൻ നമ്പൂതിരി പിന്നീട് അമ്മയെ വന്ന് കാണാറുണ്ടായിരുന്നപ്പോ പറഞ്ഞു രസിക്കുമായിരുന്നു, അഭിമാനത്തോടെ വിവരിക്കുമായിരുന്നു. ആ കഥ അത്രയും ഞാനും അറിഞ്ഞു. നാഗമടത്തെ പുതിയ പൂജാരിണിയെ അരിയിട്ട് വാഴിക്കുന്ന പടിയേറ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരാശ, എന്റെ അച്ഛന്റെ തറവാട്ടിൽ വരണമെന്ന്. അതിനെനിക്ക് നാഗമടത്തെ തായ്വഴിയിലെ കുട്ടിയാണെന്ന് കളവ് പറയേണ്ടി വന്നു. ഇവിടെ വന്നപ്പോ, നിങ്ങളെയൊക്കെ കണ്ടപ്പോ, ഇവിടത്തെ ആരാധനയും അന്തരീക്ഷവും ഒക്കെ കണ്ടപ്പോ, ഒരമ്മ പെറ്റതല്ലെങ്കിലും എനിക്കൊരു ഏട്ടനുള്ളതിനെ കണ്ടപ്പോ തിരിച്ചു പോവാൻ മനസ്സ് വന്നില്ല. എന്റെ കുട്ടിയെ, മാപ്പ്. ഉണ്ണിയുടെ അച്ഛൻ ചെയ്ത അപരാധത്തിന് മാപ്പ്. പൊയ്ക്കൊള്ളാൻ ഞാൻ. ആരും ഒന്നും അറിയരുത്. പാടില്ല.
നിന്നെ ഞാനിനി എങ്ങും വിടില്ല. നിന്റെയും കൂടി മണ്ണാണ്. ഇവിടെയുള്ള എല്ലാവരെയും അവകാശം ഇന്നു മുതൽ ഈ തറവാട്ടിൽ നിനക്കുണ്ടായിരിക്കും. തൽക്കാലം ഇതാരും അറിയണ്ട. പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. ആ പോലീസ് ഓഫീസറെ ഞാൻ പറഞ്ഞു വിട്ടോളാം. അങ്ങനെ ദക്ഷകി നാഗമഠത്തില്ലത്തെ ഒരു അംഗമായി വാഴിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മതി. എല്ലാത്തിനും ഉപരിയായ നാഗമഠത്തമ്മയല്ലേ ഇപ്പൊ എന്റെ കൂടെയുള്ളത്. ദക്ഷകി കളി തുടങ്ങിക്കഴിഞ്ഞു. ചന്ദ്രാദിത്യ വിമർദന. എനിക്ക് ഇദ്ദേഹത്തൊരു സ്വകാര്യമായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് മാറുക. ഇരിക്ക. നിങ്ങൾ കണ്ടെത്തിയ കാര്യം സത്യമാണ്. ആ കുട്ടി മേലത്തൂർ ഇല്ലത്തെ അല്ല. പക്ഷേ അത് അവളുടെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞൊരു ചെറിയ നുണയാ. ധർമ്മം വിജയിക്കുന്നതിന് ഒരു ചെറിയ നുണ പറയുന്നത് പാപമല്ലെന്നാ ഭഗവത്ഗീത പറയണത്. നാഗമഠത്തമ്മയെ വിശ്വസിക്കണം. ആ കുട്ടിയുടെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാ ഇവിടത്തെ ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛന്റെ മകളാ. അവളുടെ അച്ഛന്റെ ഇല്ലത്ത് വന്ന് സ്വന്തം അസ്തിത്വം വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ആ കുട്ടി. കല്യാണി മരിച്ച ദിവസങ്ങളിലടക്കം അവൾ ഇവിടെ ഉണ്ടായതാ ഇപ്പൊ നിങ്ങൾക്ക് സംശയത്തിനിടയാക്കിയത്. കല്യാണി മരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആർക്കും അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. അതുകൊണ്ട് ഈ സത്യം വിശ്വസിച്ച് അവളെ വേദനിപ്പിക്കാതിരിക്കണം. ദയവായി കൂടുതലൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കരുത്. അപേക്ഷയാണിത്. നാഗമഠത്തമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം അനുസരിക്കുന്നു. പക്ഷേ ഇനിയും വല്ല ഡൗട്ട്സും ക്ലിയർ ചെയ്യേണ്ടി വന്നാൽ ആ കുട്ടി സഹകരിക്കണം. ഏതു വഴിക്കായാലും കല്യാണിയുടെ മരണത്തിന്റെ കാരണം കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ ആയിക്കോട്ടെ. ഉണ്ണിയുടെ അച്ഛൻ കുറച്ചൊക്കെ കുട്ടി പറഞ്ഞ പോലെ തന്നെയായിരുന്നു. മുറജപത്തിന് വന്ന ആ മനുഷ്യൻ സദ്യവട്ടം കഴിഞ്ഞ് ഇല്ലത്തെ ഇരുളടഞ്ഞ മുറിയിൽ തളർന്നുറങ്ങിയ എന്റെ അമ്മയെ വശത്താക്കി. ഈശ്വര, അതിലുണ്ടായ ശാപസന്തതിയാണ് ഈ ഞാൻ. ഇവിടെ വന്നപ്പോ നിങ്ങളെയൊക്കെ കണ്ടപ്പോ ഇവിടുത്തെ ആരാധനയും അന്തരീക്ഷവും ഒക്കെ കണ്ടപ്പോ ഒരമ്മ പെറ്റതല്ലെങ്കിലും എനിക്കൊരു ഏട്ടനുള്ളതിനെ കണ്ടപ്പോ തിരിച്ചു പോവാൻ മനസ്സ് വന്നില്ല. വാടിവിടെ. എന്താ ഉണ്ണിയേട്ടാ വല്ലാതെ നോക്കുന്നേ? നിന്റെ ചന്തം കണ്ട് മതി മറന്നിട്ട്.
അതൊരിക്കലാകില്ല എന്ന് എനിക്കറിയാം. ഒരു പെണ്ണിനെയും ഉണ്ണിയേട്ടൻ കണ്ണെടുത്ത് നോക്കാറില്ലല്ലോ. മരിച്ചുപോയ കല്യാണി ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മൊശടനാണെന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ണിയേട്ടൻ പാവാ. എല്ലാവരും എത്ര നിർബന്ധിച്ചു, എന്നിട്ടും വേലി കഴിക്കാൻ പോലും ഉണ്ണിയേട്ടൻ സമ്മതിച്ചില്ല. പിന്നല്ലേ എന്റെ ചന്തം കണ്ട് നോക്കാൻ. എന്നോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യ നീ മുത്തശ്ശിയോട് പറഞ്ഞത്? അതെനിക്കറിയണം. ഞാൻ മുമ്പും പറഞ്ഞല്ലോ, എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ കഴിയില്ല എന്ന്. മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്. മുത്തശ്ശിയുടെ മുഖത്തുനിന്നല്ല എനിക്കറിയേണ്ടത്, നീ പറയണം. ഞാൻ തന്നെ പറഞ്ഞു കേൾക്കണമെന്ന് ഉണ്ണിയേട്ടന് നിർബന്ധമുണ്ടോ? അതെ, നീ തന്നെ പറയണം. ചിരിക്കാന്റെ കാര്യം പറ. എങ്കിൽ പറയാം. 300 വർഷം മുൻപ് നാഗമടത്തെ പൂർവികർ കത്തിച്ച് ചാമ്പലാക്കി മുത്തശ്ശൻ കാവിലെ നാഗപ്പുറ്റിൽ ബന്ധിച്ചിരുന്ന ദക്ഷകിയാണ് ഞാൻ.